അപ്പോൾ ഇപ്പം നമ്മുടെ ലോകത്തിൽ ഒത്തിരി യുദ്ധങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കിട്ടിയ കുറച്ച് ബോധ്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സാറ്റർഡേ ആണ് നമ്മുടെ ഇറാൻ്റെ പരമാധികാരിയെ ഇസ്രായേൽ വധിച്ചത്, ഖമേനിയെ വധിച്ച ആ സമയത്ത്. അന്നാണ് ഞാൻ ഈ സ്വപ്നം കണ്ടത്. പക്ഷെ അന്ന് രാത്രി ഞാൻ കിടന്നപ്പം അന്ന് മുഴുവൻ എൻ്റെ മനസ്സിന് ഭയങ്കര ഭാരമായിരുന്നു. അപ്പം ഞാൻ ഈ സ്വപ്നം കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഒരു 20 ഫ്ലോർസ് ഉണ്ട്, 20 നിലയുള്ള അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ 20ാമത്തെ നിലയുടെ തൊട്ടടുത്ത് ഈ ഒരു ചാര നിറത്തിലുള്ള പ്ലെയിന്, ഒരു ഡിഫറെൻറ്റ് പ്ലെയിനാണ്, നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്ത പ്ലെയിൻ. അപ്പം ഞാൻ അടിയുന്ന അതിൻ്റെ ഇത് കാണുന്നത്, വിഷ്വൽ കാണുന്നത്, അതിങ്ങനെ പറക്കുക. അത് പറക്കുവാൻ നേരത്തേക്ക് ആരോ പറയുക അവർ ബോംബിടാൻ പോവുകയാണ്. അപ്പോൾ ഈ കെട്ടിടം മുഴുവനും ഇത് മുഴുവൻ തകർന്നു പോകും, ഈ 20 നിലയും ബോംബിട്ട് തകർക്കും. അപ്പം ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വാറിൻ്റെ ഒരു ഭീതി ഞാൻ അനുഭവിക്കുകയാണ്. ഞാനും പിള്ളേരും എല്ലാം, ഹോൾ ഫാമിലി ഉണ്ട്. അതുപോലെ ഇതിപ്പോൾ മുഴുവനും നമ്മൾ ഈ അടുത്ത നിമിഷം മരിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലൂടെ ഒരു പോകത്തില്ലേ, ഒരു ഭീതി പോകത്തില്ലേ. അപ്പം ഞാൻ ഓർക്കുക, ഈശോയെ ഞാനിപ്പോൾ മരിച്ച് നിന്നെ കാണുമോ അടുത്ത സെക്കൻഡ് ഞാൻ ഇവിടുന്ന് അവിടെ ആയിരിക്കുമോ എന്നൊക്കെ വിചാരിക്കുന്ന ആ ഒരു നിമിഷമേ, അതൊരു ഭയങ്കര ഒരു അവസ്ഥയാണ്, ആ ഇമോഷൻസ് കേട്ടോ. ശരിക്കും ഞാൻ അതിലൂടെ കടന്നുപോയേ. അപ്പം ഞാൻ കാണുന്നത് ഞങ്ങളുടെ ടവറിൻ്റെ തൊട്ട് മുമ്പിലാണ് പ്ലേ ഗ്രൗണ്ട്, വലിയൊരു പ്ലേ ഗ്രൗണ്ടാണ്, പിള്ളേരെല്ലാം ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്നത്. ആ ഒരു പ്ലേ ഗ്രൗണ്ടിലേക്ക് എല്ലാവർക്കും ഒരു നമ്മൾ ഓഫീസിൽ കാണുന്ന പോലെ തന്നെ സേഫ്റ്റി സോൺ എന്നും പറഞ്ഞ് അവിടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് എല്ലാവരെയും അവിടോട്ട് മുഴുവൻ ഇറക്കി. അപ്പോൾ പ്ലെയിനിലുള്ളവർ പറയുക, ബോംബിടാൻ വന്നവർ പറയാം അവർ മുഴുവൻ ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ കെട്ടിടം തകർത്തിട്ട് കാര്യമില്ല, അത് ഫ്യൂട്ടൈലാണ്, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാം. എന്തൊരു റിലീഫായിരുന്നു എന്നറിയാമോ. പക്ഷേ ഞാൻ കണ്ണു തുറന്നപ്പോഴത്തേക്ക് സ്വപ്നമാണെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് എന്തൊരു സമാധാനമായിരുന്നു എന്നറിയാമോ. അപ്പോൾ ഞാൻ ഓർത്തിൻ്റെ ദൈവം സ്വപ്നമായിരുന്നല്ലോ, ഇതുപോലുള്ള അതിലൂടെ ഒക്കെ പോകുമ്പോൾ എന്തൊരു വിഷമമായിരിക്കും ആളുകൾ അനുഭവിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പ്രാർത്ഥിക്കാനായിരിക്കും നമ്മൾ യുദ്ധത്തിന് വേണ്ടിയൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കണം എന്നിങ്ങനെ എൻ്റെ മനസ്സിൽ അങ്ങനെ ആരോ പറയുന്ന പോലെ പറഞ്ഞിട്ട്, പിന്നെ ഞാൻ അടുത്ത ദിവസം തൊട്ട് ഒരു കൊന്തയും ഒരു കരുണക്കൊന്തയും, എൻ്റെ റെഗുലർ പ്രേയേഴ്സ് കൂടാതെ ഞാൻ അഡീഷണലായിട്ട് യുദ്ധ സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു ബോധ്യം പോലെ വരുന്നതാണ്, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം. കാരണം ഇതിനകത്തൊക്കെയും മനുഷ്യരാണ് യുദ്ധം ചെയ്യുന്നതെങ്കിലും ഒത്തിരി അന്ധകാര ശക്തികൾ ഇൻവോൾവ് ആണ്, അല്ലേ? ഹലോ എവ്രി വൺ. സോ ഇന്നൊരു മലയാളം വീഡിയോ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ലോകത്തിൽ ഒത്തിരി യുദ്ധങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കിട്ടിയ കുറച്ച് ബോധ്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. ആക്ച്വലി പറയുവാണെങ്കിൽ സാറ്റർഡേ നൈറ്റാണ് ഈ സ്വപ്നം കണ്ടത്. സാറ്റർഡേ ആണ് നമ്മുടെ ഇറാൻ്റെ പരമാധികാരിയെ ഇസ്രായേൽ വധിച്ചത്, ഖമേനിയെ വധിച്ച ആ സമയത്ത്. അന്നാണ് ഞാൻ ഈ സ്വപ്നം കണ്ടത്. പക്ഷേ ഞാൻ ഇദ്ദേഹം മരണപ്പെട്ടു എന്നൊന്നും അറിയുന്നില്ല. ഇനി ഞാനിങ്ങനെ ന്യൂസ് ചാനൽസ് ഒന്നും ഫോളോ ചെയ്യുന്ന ആളല്ല. അപ്പം വല്ലപ്പോഴും ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് കാണുവാണെങ്കിൽ ചിലപ്പോൾ കാണും, അങ്ങനെയുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു സാറ്റർഡേ ഈവനിങ് ഒക്കെ ന്യൂസ് വന്നായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ അങ്ങനെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ചെറുതായിട്ട് ഒരു പോസ്റ്റ് ഇങ്ങനെ കണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട് എനിക്കിങ്ങനെ എന്തോ ഒരു കണ്ടോ എന്ന്. പക്ഷേ അതെൻ്റെ മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്തില്ല. കാരണം എപ്പോഴും നമ്മളിപ്പം വാറും അങ്ങനെയൊക്കെ കേൾക്കുന്നതുകൊണ്ട്, ഒത്തിരി ന്യൂസുകളൊക്കെ വരുന്നതുകൊണ്ട് ഞാനതത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡാണ് സാധാരണ എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നൊക്കെ. അപ്പോൾ അദ്ദേഹം അന്ന് നാട്ടിൽ പോയിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനതത്ര ഓർത്തില്ല. പക്ഷെ അന്ന് രാത്രി ഞാൻ കിടന്നപ്പം അന്ന് മുഴുവൻ എൻ്റെ മനസ്സിന് ഭയങ്കര ഭാരമായിരുന്നു, എന്തോ ഒരു വല്ലാത്ത ഭാരം. എനിക്കിങ്ങനെ ഭാരം വരുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയത്തൊക്കെയാണ് ഒരു ഭാരം പോലെ തോന്നുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര ഭാരം, കിടക്കാൻ പോയപ്പോഴും മനസ്സിനും ഒരു ഭാരമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഹസ്ബൻഡ് യാത്ര ചെയ്ത് അന്ന് വൈകിട്ട് തിരിച്ച് വരുക, അപ്പം യാത്രയൊക്കെ സേഫ് ആകണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാനായിരിക്കും എന്നൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടന്നു. അപ്പം രാത്രിയായപ്പോൾ ഞാൻ സ്വപ്നം കാണുവാണ്. അപ്പം ഞാൻ ഈ സ്വപ്നം കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഒരു 20 ഫ്ലോർസ് ഉണ്ട്, 20 നിലയുള്ള അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ 20ാമത്തെ നിലയുടെ തൊട്ടടുത്ത് ഈ ഒരു ചാര നിറത്തിലുള്ള പ്ലെയിന്, ഒരു ഡിഫറെൻറ്റ് പ്ലെയിനാണ്, നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്ത പ്ലെയിൻ. അപ്പം ഞാൻ അടിയുന്ന അതിൻ്റെ ഇത് കാണുന്നത്, വിഷ്വൽ കാണുന്നത്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയാണ് എന്താ ഫ്ലൈറ്റ് ഞാൻ കണ്ടതെന്ന്. അതിങ്ങനെ അത് പറക്കുവാൻ നേരത്തേക്ക് ആരോ പറയുക അവർ ബോംബിടാൻ പോവുകയാണ്. അപ്പോൾ ഈ കെട്ടിടം മുഴുവനും ഇത് മുഴുവൻ തകർന്നു പോകും, ഈ 20 നിലയും ബോംബിട്ട് തകർക്കും.
അപ്പം ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വാറിൻ്റെ ഒരു ഭീതി ഞാൻ അനുഭവിക്കുകയാണ്. ഞാനും പിള്ളേരും എല്ലാം ഹോൾ ഫാമിലി ഉണ്ട്. അതുപോലെ ഇതിപ്പോൾ മുഴുവനും നമ്മൾ ഈ അടുത്ത നിമിഷം മരിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലൂടെ ഒരു പോകത്തില്ലേ, ഒരു ഭീതി പോകത്തില്ലേ. അപ്പം ഞാൻ ഓർക്കുക, ഈശോയെ ഞാനിപ്പോൾ മരിച്ച് നിന്നെ കാണുമോ അടുത്ത സെക്കൻഡ് ഞാൻ ഇവിടുന്ന് അവിടെ ആയിരിക്കുമോ എന്നൊക്കെ വിചാരിക്കുന്ന ആ ഒരു നിമിഷമേ അതൊരു ഭയങ്കര ഒരു അവസ്ഥയാണ്. ആ ഇമോഷൻസ് കേട്ടോ, ശരിക്കും ഞാൻ അതിലൂടെ കടന്നുപോയേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നത് നമ്മുടെ ഓഫീസിലൊക്കെ ഫയർ ഡ്രില്ല് ചെയ്യുമല്ലോ. ഓഫീസിലൊക്കെ ഫയർ ഡ്രില്ല് ചെയ്യുമ്പോൾ അവരെപ്പോഴും പറയും ഗോ ടു ദ സേഫ് അസംബ്ലി ഏരിയ, ഒരു ഡെസിഗ്നേറ്റഡ് പ്ലേസ് കാണും സേഫ് അസംബ്ലി ഏരിയ എന്ന്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഞങ്ങളുടെ ടവറിൻ്റെ തൊട്ട് മുമ്പിലാണ് പ്ലേ ഗ്രൗണ്ട്, വലിയൊരു പ്ലേ ഗ്രൗണ്ടാണ്. പിള്ളേരെല്ലാം ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്നത്. ആ ഒരു പ്ലേ ഗ്രൗണ്ടിലേക്ക് എല്ലാവർക്കും ഒരു നമ്മൾ ഓഫീസിൽ കാണുന്ന പോലെ തന്നെ സേഫ്റ്റി സോൺ എന്നും പറഞ്ഞ് അവിടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് എല്ലാവരെയും അവിടോട്ട് മുഴുവൻ ഇറക്കി. അപ്പോൾ പ്ലെയിനിലുള്ളവർ പറയുക, ബോംബിടാൻ വന്നവർ പറയാം അവർ മുഴുവൻ ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ കെട്ടിടം തകർത്തിട്ട് കാര്യമില്ല, അത് ഫ്യൂട്ടൈലാണ്, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാം. എന്തൊരു റിലീഫായിരുന്നെന്നറിയാവോ. പക്ഷേ ഞാൻ കണ്ണു തുറന്നപ്പോഴത്തേക്ക് സ്വപ്നമെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് എന്തൊരു സമാധാനമായിരുന്നെന്നറിയാവോ. അപ്പോൾ ഞാൻ ഓർത്തിൻ്റെ ദൈവമേ, സ്വപ്നമായിരുന്നല്ലോ, ഇതുപോലുള്ള ഇതിലൂടെയൊക്കെ പോകുമ്പോൾ എന്തൊരു വിഷമമായിരിക്കും ആളുകൾ അനുഭവിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ പിറ്റേ ദിവസമാണ് ഈ ന്യൂസ്, ഭയങ്കര ഹെഡ്ലൈൻ ന്യൂസ്, ഇങ്ങനെ ഇറാൻ്റെ ഇസ്രായേൽ വധിച്ചു അങ്ങനെ എല്ലാം പറഞ്ഞ് വലിയ ന്യൂസൊക്കെ വന്നു. അപ്പോൾ ഞാൻ വൈകിട്ട്, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒന്നും റിലേറ്റ് ചെയ്യുന്നില്ല എൻ്റെ സ്വപ്നമൊന്നും. ഞാൻ വൈകിട്ട് എൻ്റെ ഹസ്ബൻഡ് വന്നപ്പം ഹസ്ബൻഡ് രാവിലെ വന്നു. അപ്പോൾ വൈകിട്ട് കാഷ്വലി പുള്ളിയോട് സംസാരിക്കുമ്പോൾ പറയാം, ഇന്നലെ എൻ്റെ മനസ്സിന് ഭയങ്കര ഭാരമായിരുന്നു കേട്ടോ, ഞാൻ ഇങ്ങനെ രാത്രി സ്വപ്നം കണ്ടു. നമ്മൾ ഇതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അയ്യോ ആ കണ്ട ഫ്ലൈറ്റ് ശരിക്കും സ്റ്റെൽത്ത് ഫൈറ്റർ പ്ലെയിനാണ്, അവരെപ്പോഴും താന്ന് പറക്കുന്നേ. അപ്പം താന്ന് പറക്കുന്നത് ഈ റഡാറിൻ്റെ ഒന്നും ഇതിൽ പെടാതിരിക്കാനായിട്ട് താന്നാണ് പറക്കുന്നത്. അപ്പം നീ അത് കറക്റ്റായിട്ടാണ് കണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ കാണിക്കാതെ എങ്ങനെ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പരന്ന ഇതാണ് ഞാൻ കാണുന്നത്, ഇന്ന കളറാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ കുറേ ഫൈറ്റർ പ്ലെയിൻസ് ഒക്കെ കാണിച്ചു. അപ്പം ഞാൻ കാണുന്നത് ഈ ഫൈറ്റർ പ്ലെയിൻ തന്നെയാണ് കേട്ടോ. ഞാനിത് നേരത്തെ കണ്ടിട്ടില്ല, ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, താന്ന് പറക്കുമെന്ന് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതൊന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കിടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ പുള്ളിയോട് സംസാരിച്ചപ്പോഴും പുള്ളി ഇങ്ങനെ പറഞ്ഞ്, ഇതാണ് ഫൈറ്റർ പ്ലെയിനാണ് നീ കണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ദൈവമേ പ്രാർത്ഥിക്കാനായിരിക്കും ഒരുപക്ഷെ ഞാൻ ഈ സ്വപ്നം കണ്ടതെന്ന്. പിന്നെ ഞാൻ പറയുന്നില്ല കേട്ടോ ഇത് ദൈവം തന്ന സ്വപ്നമാണെന്നോ, എനിക്കങ്ങനെ 100% ഉറപ്പൊന്നുമില്ല. കാരണം തലേദിവസം ഞാൻ ഒരു ന്യൂസിൻ്റെ അറ്റം കണ്ടോയെന്ന് എനിക്കൊരു ഓർമ്മയില്ല, ഒരു പിക്ചർ പോലെ എന്തോ കണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. അതെൻ്റെ മനസ്സിൽ കിടന്നിട്ട് ഞാൻ സ്വപ്നം കണ്ടതാണോ. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഇതെൻ്റെ മനസ്സിൽ എന്നെ ഇമ്പാക്റ്റ് ചെയ്തിട്ടില്ല, ഇതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നില്ല. പക്ഷേ 100% എനിക്ക് ഉറപ്പുമില്ല. പക്ഷേ ഈ ഒരു സ്വപ്നം കണ്ടപ്പം ഞാൻ അങ്ങ് മനസ്സിലാക്കുക, എനിക്ക് ദൈവം ആ ഒരു ബേർഡനും പിന്നെ ഇതും എല്ലാം കൂടെ അങ്ങ് കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് തോന്നുവാണ് പ്രാർത്ഥിക്കാനായിരിക്കും നമ്മൾ യുദ്ധത്തിന് വേണ്ടിയൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കണം എന്നിങ്ങനെ എൻ്റെ മനസ്സിൽ അങ്ങനെ ആരോ പറയുന്ന പോലെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത ദിവസം തൊട്ട് ഒരു കൊന്തയും ഒരു കരുണക്കൊന്തയും എൻ്റെ റെഗുലർ പ്രേയേഴ്സ് കൂടാതെ ഞാൻ അഡീഷണലായിട്ട് യുദ്ധ സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു ബോധ്യം പോലെ വരുന്നതാണ്, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം. കാരണം ഇതിനകത്തൊക്കെയും മനുഷ്യരാണ് യുദ്ധം ചെയ്യുന്നതെങ്കിലും ഒത്തിരി അന്ധകാര ശക്തികൾ ഇൻവോൾവ് ആണ് അല്ലേ. നമ്മൾ ഈ എഫേഷ്യൻസിന് എഴുതിയ ലേഖനത്തിൽ വായിച്ച പോലെ ഞാനൊന്ന് വായിക്കാം. ആത്മീയ സമരം എഫേഷ്യസ് 6:10 തൊട്ട്, അത് എല്ലാവരും കാണാതെ പഠിക്കാൻ നല്ലൊരു വചനമാണ്. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അപ്പം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്തൊക്കെ ഒരു അന്ധകാര ശക്തി പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ. അപ്പം മനുഷ്യകുലത്തെ ഇല്ലാതാക്കാനായിട്ട് സാത്താൻ എല്ലാ രീതിയിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിനെതിരായിട്ട് ഒരു കോൺസ്റ്റൻ്റ്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഒത്തിരിയേറെ പ്രാർത്ഥനകൾ മൂലമാണ് ഈ ലോകം ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, സോദോം ഗൊമോറ 10 നീതിമാന്മാരുണ്ടായിരുന്നെങ്കിൽ ആ സ്ഥലത്തെ ദൈവം നശിപ്പിക്കത്തില്ലായിരുന്നു. ഒരു ലോകത്തിലെ അല്ലെ ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ തിന്മ വർത്തിക്കുമ്പോഴാണ്
ഒത്തിരിയേറെ തിന്മയുടെ ആധിപത്യം അവിടെ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ശിക്ഷ ആ സ്ഥലത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ തിന്മയെ ദൈവത്തിന് മറക്കാൻ തക്കവണ്ണം നന്മയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ നന്മയെ കണ്ടുകൊണ്ട് ദൈവം ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കും അല്ലേ. അബ്രഹാം സൊദോമിനും ഗൊമോറയ്ക്കും വേണ്ടി മധ്യസ്ഥം വെച്ചപ്പോൾ 10 നീതിമാന്മാർ പോലും അവിടെ കാണാൻ പറ്റിയില്ല. 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ആ സ്ഥലത്തെ നശിപ്പിക്കുകയല്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ കുറേ ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ഈ ലോകം നിലനിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ എപ്പോഴോ കണ്ടു, ഞാൻ ചിലപ്പോഴൊക്കെ അധികം യൂട്യൂബും കാണാറില്ല, എനിക്ക് ഈ സമയക്കുറവ് കാരണം. അപ്പം ഇടയ്ക്കൊക്കെ ഞാൻ ഈ ആലിസ് ഫ്രാൻസിസിൻ്റെ, അവർക്ക് സുഖമില്ലാതിരിക്കുവാണല്ലോ, സിസ്റ്ററിനും വയറിൽ ക്യാൻസറായിട്ട് ഒത്തിരി വിഷമിക്കുന്നുണ്ട്, പക്ഷെ ഒത്തിരി വീഡിയോസൊക്കെ ചെയ്യുന്ന സിസ്റ്ററാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ആ വീഡിയോയിൽ ഇട്ടിരിക്കുക, ഒത്തിരി ഇങ്ങനെ ക്ലേശിക്കുവാണ്, ഒത്തിരി വയറിന് വേദനയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എല്ലാ ക്ലേശങ്ങളും കർത്താവിന് സമർപ്പിക്കുകയാണ്. ഈ ലോകത്തിന് വേണ്ടിയും യുദ്ധത്തിന് വേണ്ടിയൊക്കെ ആ സഹനങ്ങളൊക്കെ ആ സിസ്റ്റർ സമർപ്പിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഒരു സിസ്റ്ററിനോട്, എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു സിസ്റ്ററിനോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ സിസ്റ്റർ എന്നോട് പറയുക, ഇന്നലെ ഞങ്ങളുടെ മഠത്തിലാണെങ്കിൽ യുദ്ധത്തിന് വേണ്ടിയൊക്കെ എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ചില സിസ്റ്റേഴ്സൊക്കെ വെള്ളം മാത്രം വൈകുന്നേരം വരെ കുടിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു, ഈ യുദ്ധത്തിന് വേണ്ടിയും ആ യുദ്ധകാലത്ത് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകാനും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ചു എന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് അവരുടെയൊക്കെ പ്രാർത്ഥന, ഞാനെന്തോ ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലുന്നു എന്നെ കൊണ്ട് പറ്റുന്ന പോലെ, പക്ഷേ ഇവരൊക്കെ എത്ര ത്യാഗമെടുത്തും സഹനം സഹിച്ചുമൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് കർത്താവ് നമ്മുടെ ലോകത്തിൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കും. അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളിങ്ങനെ ഒരു യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഒരു ലോകത്തിൽ നടക്കുന്നു എന്ന് കാണുമ്പോൾ ഒത്തിരിയേറെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചിലപ്പോൾ ആ റിവാർഡെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നായിരിക്കും കിട്ടുന്നത്. വിസിബിളി നമുക്കൊന്നും കിട്ടുന്ന പോലെ തോന്നത്തില്ലായിരിക്കും. പക്ഷെ ഒരു കാര്യം എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റും, നമ്മൾ എന്ത് നന്മ ചെയ്താലും എവിടെയെങ്കിലും ദൈവം നമുക്കത് തിരിച്ചു തരും. ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവം അതൊരിക്കലും മറന്നു പോകത്തില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകൾക്കും പ്രതിഫലമുണ്ട്. നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന സമയത്ത് മറ്റാൾക്കാരുടെ പ്രാർത്ഥനകളും അവരുടെ ഹെൽപ്പും ഒക്കെ നമുക്ക് റിസീവ് ചെയ്യും. നമ്മൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ പ്രാർത്ഥിക്കുകയും ആ ഒരു സിറ്റുവേഷൻ മാറിപ്പോകാനായിട്ടൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ ആ സ്വപ്നം കണ്ടപ്പോൾ വിചാരിച്ചു, ശരിക്കും അതിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് എന്തൊരു അൺസർട്ടനിറ്റി ആയിരിക്കും. ആ ഒരു 5-10 മിനിറ്റ്, എത്ര സമയം ഞാൻ കണ്ടു എന്ന് എനിക്കറിയത്തില്ല, സ്വപ്നമല്ലേ. പക്ഷേ ആ ഒരു സമയത്തെ ഒരു ട്രോമ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പോകുമ്പോഴേ അത് എന്തൊരു ഡിഫിക്കൽട്ടായിരിക്കും അതിലൂടെ കടന്നു പോകുന്ന പിള്ളേർക്കും മനുഷ്യർക്കും ഒക്കെ. അപ്പം നമ്മൾ അവർക്കൊക്കെ വേണ്ടി അവരെയൊക്കെ സ്നേഹിക്കണം അല്ലേ, അവർക്കൊക്കെ വേണ്ടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കണം. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. തിമോഥെയോസിന് എഴുതിയ 1 തിമോഥെയോസിന് എഴുതിയ 2-ാം അധ്യായത്തിൽ 1 തിമോത്തി ചാപ്റ്റർ 2 2-ാം അധ്യായത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കുവാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്ക് വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യവുമത്രേ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യമറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന മൂല്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു. അപ്പം പ്രാർത്ഥനയെക്കുറിച്ചുള്ള നിർദ്ദേശത്തെക്കുറിച്ച് പറയുന്നത്, എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കുവാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്ക് വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യവും അത്രേ. ഇത് ഉത്തമമായ പ്രാർത്ഥനയാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ വാർ ഒരു എൻഡ് ആകുന്നത് വരെ നമുക്കെല്ലാവർക്കും ഈ ഒരു കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പറ്റുന്നത് പോലെ ചെറിയ പരിത്യാഗങ്ങൾ, ചെറിയ പ്രാർത്ഥനകൾ. അപ്പം എനിക്ക് എൻ്റെ ഇതിൽ ഞാനൊരു കൊന്തയും ഒരു കർണക്കൊന്തയുമാണ് ചൊല്ലിക്കാഴ്ച വയ്ക്കുന്നത് ഒരു ദിവസം. അപ്പം അത് നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അത് പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ ചെറിയൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ ചെയ്യുമ്പോൾ, ഒത്തിരി ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോൾ അത് ദൈവസന്നിധിയിൽ വലിയ വിലയുള്ളതാണ്. അപ്പം ഞാൻ ഈ ടെൻഷൻ അനുഭവിച്ചപ്പോൾ എനിക്ക് ശരിക്കും അതിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ വേദന എന്താണെന്ന് പെട്ടെന്ന്
സ്വപ്നം കണ്ടതുകൊണ്ട് എനിക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാം ഇപ്പോൾ. എത്ര ഒരു അൺസർട്ടനിറ്റി, എത്ര ഒരു ഡിഫിക്കൽട്ടി അല്ലേ, എത്ര ഒരു നമ്മളൊക്കെ എത്ര സുഖമായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ അപ്പം നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവരോട് അല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വാറൊക്കെ തീർന്ന് എല്ലാവരും ലോകം വീണ്ടും സമാധാനത്തിലാകാൻ വേണ്ടിയും ഇതൊന്നും വേർസനാകാതിരിക്കാൻ വേണ്ടിയും ഒക്കെ പ്രത്യേകമായിട്ട് നമുക്ക് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.